പ്രൈസ് ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഇന്ന് ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം നാം അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ വിഷയത്തിന്റെ തുടർച്ചയാണ്. യേശുക്രിസ്തുവിനെ നിഷേധിക്കുവാൻ സാധ്യതയുള്ളവർ എന്ന ടൈറ്റിലിൽ നാം ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ വിഷയത്തിന്റെ തുടർച്ചയാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. യേശുക്രിസ്തുവിനെ നിഷേധിക്കുവാൻ സാധ്യതയുള്ളവരാരാണ്? വിശ്വാസത്യാഗത്തിന്റെ കാരണമെന്താണ്? ഈ വിഷയത്തെക്കുറിച്ച് നാം പഠിച്ചപ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പത്രോസിന്റെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുവാൻ, നിഷേധിക്കുവാനിടയായി. ഇത് നടക്കുന്നതിന് മുമ്പ് ഗതസമനയിൽ വെച്ച് ശിഷ്യന്മാരോടായിട്ട് യേശു ഇങ്ങനെ പറഞ്ഞു, ഇന്ന് നിങ്ങളെല്ലാവരും എങ്കിൽ നിന്ന് ഇടറിപ്പോകും. സർവജ്ഞാനിയായ ദൈവം നമ്മുടെ കർത്താവിനെല്ലാം അറിയാം. ആ കർത്താവ് അത് പ്രഖ്യാപിച്ചപ്പോൾ, നടക്കാൻ പോകുന്ന ആ സത്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പത്രോസ് അത് സമ്മതിക്കാതെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നെ നിഷേധിക്കില്ല. ആരെല്ലാം ഇടറിയാലും ഞാൻ നിങ്കൽ ഇടറില്ല. നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. പത്രോസിന്റെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞു, നീ എന്നെ 3 പ്രാവശ്യം ഇന്ന് തള്ളിപ്പറയും. കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. കർത്താവ് പറഞ്ഞതുപോലെ സംഭവിച്ചു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. നാം കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്, ഇത്ര ആത്മവിശ്വാസത്തോടെ പത്രോസ് എന്തുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിന്നെ തള്ളിക്കളയില്ല, ഞാൻ നിന്നെ നിഷേധിക്കില്ല. വെറുമൊരു വാക്കായിരുന്നില്ല, ഒരു ഭംഗി വാക്ക് പത്രോസ് പറഞ്ഞതായിരുന്നില്ല. അത് പറയാൻ പത്രോസിന് കാരണങ്ങളുണ്ടായിരുന്നു. പത്രോസിന് മാത്രമല്ല, ഇന്ന് വചനം ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളും പത്രോസ് പറഞ്ഞതുപോലെ തന്നെ നാമും പറയാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ തള്ളിക്കളയില്ല, ഉപേക്ഷിക്കില്ല, നിഷേധിക്കില്ല. പ്രിയപ്പെട്ടവരെ, പത്രോസ് എന്ത് കാരണത്താലാണ് ഇത് പറഞ്ഞത്? നാം അതാണ് ധ്യാനിച്ചത്. പത്രോസിന് ഒരു വലിയ ആത്മീയ പാരമ്പര്യം, ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിന്റെ അത്ഭുത പ്രവർത്തികൾ തന്റെ ജീവിതത്തിലും കുടുംബത്തിലും ശുശ്രൂഷയിലും വെളിപ്പെട്ടത്, വ്യക്തിപരമായി ഉണ്ടായ ആത്മീയ അനുഭവങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് പത്രോസ് ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞത്. കഴിഞ്ഞ വീഡിയോയിൽ പത്രോസ് അഭിമാനത്തോടെ തള്ളിപ്പറയില്ല എന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞതിന്റെ പിന്നിൽ പത്രോസിനുള്ള അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പത്രോസ് ഇങ്ങനെ ധൈര്യത്തോടെ പറഞ്ഞത് എന്ന വിഷയമാണ് വിശദമായി സംസാരിച്ചത്. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത്, പത്രോസ് എന്തുകൊണ്ടാണ് ഇത്രയും പാരമ്പര്യവും ഇത്രയും ആത്മീകമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിരുന്ന ആ ദൈവ മനുഷ്യൻ എന്നിട്ടും എന്തുകൊണ്ട് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. വീഡിയോയിലേക്ക് നമുക്ക് പോകാം. പ്രിയരെ, ഇനി നാം ചിന്തിക്കാൻ പോകുന്നത്, ഇത്രയും ആത്മീയ അനുഭവങ്ങൾ ഉള്ള പത്രോസ് എന്തുകൊണ്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഈ ആത്മീകമായ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും പത്രോസിനുണ്ടായ ഈ പ്രതിസന്ധി നമുക്കും ഉണ്ടായാൽ നമ്മൾ കർത്താവിനെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും അറിയാവുന്നൊരു വിഷയമാണ്. പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വഭാവമാണ്. അവന്റെ സ്വഭാവം അസ്ഥിരതയാണ്, സ്ഥിരമില്ലായ്മ എന്ന് നമുക്ക് പറയാം. പത്രോസ് ഒരു അസ്ഥിരനായിരുന്നു എന്ന് പറഞ്ഞാൽ ആത്മീക ജീവിതത്തിൽ സ്ഥിരതയില്ലായിരുന്നു. പത്രോസിന്റെ സ്വഭാവം അസ്ഥിരമായിരുന്നു.
നമ്മൾ നേരത്തെ പറഞ്ഞ അത്ഭുതം, വെള്ളത്തിന് മീതെ നടക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. പത്രോസ് കുറച്ചു ദൂരം നടന്നു, അല്ലേ? കുറച്ചു ദൂരം പത്രോസ് നടന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു. പക്ഷേ പെട്ടെന്ന് പത്രോസിന്റെ ആ സ്വഭാവത്തിന്, വിശ്വാസത്തിന് വ്യത്യാസം വരിക. ധൈര്യത്തോടെ, വിശ്വാസത്തോടെ ഇറങ്ങിപ്പുറപ്പെട്ട പത്രോസ് ഇപ്പോഴിതാ അവന്റെ വിശ്വാസം കുറഞ്ഞു. യേശുവിലുള്ള നോട്ടം മാറി അവൻ തിരമാലകളിലേക്ക്, വശങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങി. സംഭവിച്ചത് എന്താണ്? അവൻ ഭയപ്പെട്ട് മുങ്ങി താഴാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ഒരു അസ്ഥിരനായിരുന്നു. വിശ്വാസത്തിൽ സ്ഥിരത പുലർത്തുവാൻ പത്രോസിന് കഴിഞ്ഞില്ല, അല്ലേ? പൂർണ്ണമായി വിശ്വസിക്കുവാൻ പത്രോസിന് കഴിയുന്നില്ല. തുടങ്ങിയപ്പോൾ വലിയ വിശ്വാസമായിരുന്നു, പക്ഷേ പെട്ടെന്ന് തന്നെ പത്രോസിന്റെ വിശ്വാസത്തിന് കുറവ് സംഭവിച്ചു. ഇത് പത്രോസിന്റെ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകതയായിരുന്നു. ശിഷ്യന്മാരുടെ എല്ലാം കാല് കഴുകുന്ന ഒരു സംഭവം നാം വായിക്കുന്നുണ്ട്. ഇവരുടെ ഇടയിൽ ആരാണ് വലിയവനെന്ന തർക്കമുണ്ടായപ്പോൾ ഗുരുവായ കർത്താവ് ശിഷ്യന്മാരുടെ കാല് കഴുകി തുടച്ച് ചുംബിക്കാൻ തുടങ്ങി. ഈ സംഭവം നടക്കുമ്പോൾ പത്രോസിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ പത്രോസ് ഇതാ ഇടപെടുകയാണ്. ഗുരുവേ, എന്റെ കാല് കഴുകണ്ട, ഗുരുവായ അങ്ങ് എന്റെ കാല് കഴുകണ്ട എന്നവൻ വാശി പിടിക്കാൻ യേശു അവിടെ അവനോട് പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കും ഓഹരിയും ഇല്ല. ഈ വാക്കുകൾ കേട്ട ഉടനെ പത്രോസ് ഉടനെ പറയുകയാണ്, കർത്താവേ, എന്റെ കാല് മാത്രമല്ല, എന്നെ മുഴുവനും കഴുകണം. പത്രോസ് എത്ര പെട്ടെന്നാണ്, അല്ലേ, ചേഞ്ച് ആവുന്നെന്ന് നോക്കി. ഒരു സ്ഥിരതയില്ലാത്തൊരു മനുഷ്യനായിരുന്നു പത്രോസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ വായിച്ച യേശുവിനെ ഏറ്റുപറയുന്ന അനുഭവം മത്തായി 16-ാം അധ്യായത്തിൽ ഫിലിപ്പിന്റെ കൈസരിയ പ്രദേശത്ത് വെച്ച് യേശു ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? പല കാര്യങ്ങൾ, 4 കാര്യങ്ങൾ അവർ പറഞ്ഞു. പറഞ്ഞതിന്റെ പുറകെ പത്രോസിനോട് കർത്താവ് പിന്നെ ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? പത്രോസിന് മറുപടി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ഈ വാക്ക് പത്രോസ് പറഞ്ഞപ്പോൾ യേശു പത്രോസിനെ ഇങ്ങനെ പറഞ്ഞു, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി നൽകിയത് എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് പ്രാപിച്ച വെളിപ്പാടാണ് പത്രോസ് പറഞ്ഞത്. പത്രോസിന്റെ ഹൃദയത്തിലേക്ക് പിതാവായ ദൈവത്തിന്റെ വെളിപ്പാട് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. നോക്കണേ, ആ ആത്മീയ അനുഭവത്തെ നമ്മളൊന്ന് അളന്നാൽ 100%, അല്ലേ? ഇത്ര കൃത്യമായി ദൈവത്തിന്റെ വെളിപ്പാട് പറയുകയാണ്. പക്ഷേ പത്രോസ് ഇത് പറഞ്ഞു. യേശു അവനെ അഭിനന്ദിച്ചു കഴിഞ്ഞിട്ട് കർത്താവ് ഉടനെ സ്തോത്രം മറ്റൊരു കാര്യം വെളിപ്പെടുത്തുകയാണ്. ഞാൻ യെരുശലേമിൽ പോയി കൊല്ലപ്പെടും, ക്രൂശിക്കപ്പെടും എന്ന തന്റെ ക്രൂശീകരണത്തെ കുറിച്ച് യേശു വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പത്രോസ് പെട്ടെന്ന് പറയുകയാണ്. നമ്മൾ ഇങ്ങനെ 22-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. യേശു പറയുകയാണ്, പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, അരുതേ കർത്താവേ, അരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. യേശുവിനെ ശാസിച്ചു തുടങ്ങി. നിനക്കങ്ങനെ ഭവിക്കരുതേ, നീ ക്രൂശിക്കപ്പെടാൻ പാടില്ല, നിനക്കങ്ങനെ സംഭവിക്കരുത്. യേശു അതിനും ബറിയോന ശിമോനെ, ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ പിതാവാണെന്നല്ല പറഞ്ഞത്. നാം അവിടെ വായിക്കുന്നത് കർത്താവ് അവനെ ശാസിച്ചു. സാത്താനെ, എന്നെ വിട്ടുപോ എന്ന് കർത്താവ് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പത്രോസ് പറഞ്ഞ ഈ ആലോചന ദൈവത്തിന്റെ അല്ല, ഇതും ഒരു വെളിപ്പാടാണ്. ആദ്യം പറഞ്ഞതും ഒരു വെളിപ്പാടാണ്. ആദ്യം പറഞ്ഞ വെളിപ്പാട് പിതാവിന്റെ വെളിപ്പാട്, രണ്ടാമത് പറയുന്നത് സാത്താന്റെ വെളിപ്പാട്. നോക്കണേ, ഒരു മനുഷ്യൻ ചില നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ ഇതാ 2 ഉറവയിൽ നിന്നുള്ള വെളിപ്പാടുകൾ വരികയാണ്. 2 ഉറവിടങ്ങളിൽ നിന്നുള്ള വെളിപ്പാട്. ഒരു വശത്ത് പിതാവിങ്കൽ നിന്നുള്ള വെളിപ്പാട് ഡയറക്റ്റായിട്ട് തന്റെ ഹൃദയത്തിനകത്തേക്ക് വരുമ്പോൾ ഇതാ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ പത്രോസിന്റെ അതേ ഹൃദയത്തിലേക്ക് സാത്താന്റെ വെളിപ്പാട് വരിക. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ആത്മജീവിതത്തിൽ അവന് സ്ഥിരതയില്ല. 2 ഭാഗത്തെയും വെളിപ്പാടുകൾ ഒരേപോലെ വരികയാ. സാത്താന്റെ വെളിപ്പാടുകളെ, അവന്റെ ചിന്തകളെ, ആലോചനകളെ വിവേചിച്ചറിയാനുള്ള പാകത
പക്വത പത്രോസിനില്ല. അവനിതാ ചഞ്ചലപ്പെടുക. എവിടുന്ന് വരുന്ന വെളിപ്പാടും പറയുന്നവനായിട്ട് അവൻ അധപ്പതിക്കുകയാ. നോക്കണേ അവൻ, പ്രിയപ്പെട്ടവരെ, അവന്റെ ആസ്ഥിരത. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചില സമയം പത്രോസിന്റെ ജീവിതം പരിശോധിച്ചാൽ 100% അനുഗ്രഹമാണ്. എന്നാൽ ഇതാ ഇപ്പോൾ ചില സമയത്ത് അവൻ വളരെയധികം താഴെയായി മാറുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാം എത്ര വലിയ വെളിപ്പാട് പ്രാപിച്ചവരാണെങ്കിലും, എത്ര വലിയ ദർശനം പ്രാപിച്ചവരാണെങ്കിലും, നിങ്ങൾ അറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ആ വെളിപ്പാട് നിലനിർത്തണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സ്ഥിരത ഉണ്ടാകണം. പത്രോസിന് സ്ഥിരതയില്ല. ചഞ്ചലചിത്തനായി പോവുകയാണ്, മാറിപ്പോവുകയാണ്. അല്ലേ? ആ വെളിപ്പാടിൽ നിലനിൽക്കാൻ കഴിയുന്നില്ല. ആ വെളിപ്പാടിന്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അവൻ എന്താണ് വിളിച്ചു പറഞ്ഞതെന്ന് അവന് മനസ്സിലാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ പരാജയമാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പാടിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ദൈവം തന്നിരിക്കുന്ന വചന വെളിപ്പാടിനകത്ത് ജീവിക്കാൻ കഴിയാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പോകുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ ജീവിതം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ, വലിയ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് നിങ്ങൾ പോകാൻ പോവുകയാണ്. നിങ്ങൾ തകരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ യേശുവിനെ തള്ളിപ്പറയാനുള്ള സാധ്യതയിലേക്ക് പോവുകയാണ്. അപ്പൊ പത്രോസ് യേശുവിനെ തള്ളിപ്പറയാനുള്ള ഒന്നാമത്തെ കാരണം നമ്മൾ ചിന്തിച്ചു. പത്രോസിന് സ്ഥിരതയില്ലായിരുന്നു. സ്തോത്രം. ഇത് അപ്പൊ നിങ്ങൾ എല്ലാവരും അറിയണം, വിശ്വാസത്തിൽ സ്ഥിരത പുലർത്താത്ത ഒരൊറ്റ വ്യക്തിക്കും ഈ വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റില്ല. നമ്മൾ തള്ളിപ്പറയാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ വിഷയം, പത്രോസ് എന്തുകൊണ്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്ന ചോദ്യത്തിന്റെ ഉത്തരം രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കുന്നത്, പത്രോസിന്റെ അമിതമായ ആത്മവിശ്വാസം, ഓവർ കോൺഫിഡൻസ്, അതാണ് അവൻ വീഴാനുള്ള രണ്ടാമത്തെ കാരണം. നമുക്കറിയാം, ഗെത്സമനിയിൽ വെച്ച് യേശു പറയുകയാണ്, നമ്മൾ വായിച്ച വാക്യം, യേശു ഇങ്ങനെ പറഞ്ഞു, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കലിടറും, ഞാൻ ഇടയനെ വിട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന പ്രവാചക വാക്യം ഉദ്ധരിച്ച് കർത്താവ് പറയുകയാണ്. ഈ വാക്കുകൾ കേട്ട ഉടനെ പത്രോസ് പറയുകയാണ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറില്ല. ആദ്യത്തെ വാക്ക്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറത്തില്ല. 33-ാം വാക്യത്തിൽ വീണ്ടും പത്രോസ് പറയുകയാണ്, 35-ാം വാക്യത്തിൽ വീണ്ടും പത്രോസ് പറയുകയാണ്, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല. സ്തോത്രം. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറത്തില്ല. രണ്ടാമത് പറയുകയാണ്, നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. പ്രിയപ്പെട്ടവരെ, വലിയ ആത്മവിശ്വാസത്തിലാണ് പത്രോസ് പറയുന്നത്. ഈ ആത്മവിശ്വാസം പത്രോസിന് എവിടുന്ന് കിട്ടി? ഈ അമിതമായ ആത്മവിശ്വാസം, ഈ ഉറപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളില്ല. എന്താണ്? അവന്റെ ജീവിതത്തിൽ ഈ കർത്താവിനെ അവൻ അറിഞ്ഞതാണ്. അവന്റെ അത്ഭുതങ്ങൾ അവന്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും കണ്ടതാണ്. അവൻ സമൂഹത്തിൽ കണ്ടതാണ്, കണ്ണുകൊണ്ട് കണ്ടതാണ് ഈ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. ഈ കർത്താവിനെ അവൻ മറുരൂപം അല്ലെങ്കിൽ അവന്റെ മഹത്വം ദർശിച്ചതാണ്. ഈ കർത്താവിനെ പിതാവിന്റെ വെളിപ്പാട് പ്രാപിച്ച് ഏറ്റുപറഞ്ഞതാണ്. പത്രോസ് പറയുക, ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാൻ തള്ളിപ്പറയില്ല, ആരിടറിയാലും ഞാൻ ഇടറത്തില്ല, മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത് ജഡത്തിൽ ആശ്രയിച്ച്, സ്വയത്തിൽ ആശ്രയിച്ച് പറയുന്ന വാക്കുകളല്ല എന്ന് നിങ്ങൾ എല്ലാവരും അറിയണം. ഞാൻ ഇടറത്തില്ല, ആര് പോയാലും ഞാൻ പോകത്തില്ല. കണ്ടോ, സ്വയമാണ് അവിടെ ഉയരുന്നത്. ഞാനെന്ന വ്യക്തി പ്രഭാവമാണ് അവിടെ ഉയരുന്നത്. ആര് പോയാലും ഞാൻ പോകത്തില്ല, ഞാൻ നിൽക്കും. ഞാനെന്ന
ആ ഒരു ഭാവം വരികയാണ്. ആര് പോയാലും ഞാൻ എന്ന് പറഞ്ഞാൽ താനെന്തോ വലിയ സംഭവമാണെന്ന് ധരിക്കുക. കാരണമുണ്ട്. ഒരു വശത്ത് നോക്കിയാൽ അവൻ പറയുന്നത് കറക്റ്റാണ്. വലിയ വലിയ ആത്മീയ അനുഭവങ്ങൾ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം, അല്ലെ? ഈ അനുഭവങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് പറഞ്ഞത് ആരൊക്കെ പോയാലും ഞാൻ പോകത്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതത്തിൽ വർഷങ്ങളുടെ പരിചയമുള്ള, ഒത്തിരി അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട, പഴയ തലമുറയെ കണ്ട, നന്മ കണ്ട, ദൈവത്തിന്റെ മഹത്വം കണ്ട ആളുകൾക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, പത്രോസിനെ പോലെ അത് കണ്ടതിന്റെ ഒരാത്മവിശ്വാസത്തിൽ നിൽക്കാമെന്ന് കരുതരുത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെ നാം കഴിഞ്ഞ കാലങ്ങളിൽ പ്രാപിച്ചതോ അനുഭവിച്ചതോ കണ്ടതോ അറിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിൽ ജഡത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നതല്ല നിലനിൽപ്പെന്ന് പറയുന്നത്. ഈ വർഷം എത്ര പഴക്കമായാലും, നാളുകൾ എത്രയായാലും, എത്ര അത്ഭുതങ്ങളും അടയാളങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും, നിങ്ങൾ എത്ര ആത്മീകമായിട്ട് അല്ലെ വളർന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാലും, നിങ്ങളുടെ നിലനിൽപ്പെന്ന് പറയുന്നത് ഇന്ന് പകൽ നിങ്ങൾ അറിയേണ്ട ഒരു യാഥാർത്ഥ്യം, നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചതും പ്രാപിച്ചതും കണ്ടതിന്റെയും അല്ലെ ആത്മവിശ്വാസമല്ല, പകരം ഇന്ന് പകൽ കണ്ണുനീരോടെ നിലവിളിയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ നിലനിർത്തണമേ, എനിക്ക് കൃപ നൽകണമേ, എന്നെ നീ കരുതണമേ, എന്നെ പരിപാലിക്കണമെന്ന് പറഞ്ഞ് അവന്റെ കൃപയിൽ ആശ്രയിച്ച് നിലനിൽക്കുന്ന നിങ്ങളുടെ ആ നിലവിളിയാണ്, ആ നിലവിളിയുടെ മറുപടിയായി ദൈവം നിങ്ങളുടെ മേൽ നിലനിർത്തുവാൻ പകരുന്ന കൃപയാണ് എന്നെയും നിങ്ങളെയും നിലനിർത്തുന്നത്. പ്രിയപ്പെട്ടവരെ, പത്രോസിന് ഇല്ലാതായി പോയതും ആ ഒരു കൃപയുടെ വ്യാപാരമാണ്. അവന്റെ ആത്മവിശ്വാസം കൂടിയപ്പോൾ അവൻ കൃപയിൽ നിന്ന് വീഴാനിടയായി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പറയാ, കൃപയല്ല എന്നെ നിലനിർത്തുന്നത്, ഞാൻ ഇടറില്ല, ഞാൻ തള്ളിപ്പറയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അറിയേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ, കൃപയിൽ നിലനിൽക്കുന്നുവോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കണം. ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെ കുറിച്ച് നമുക്കറിയാം. ഈ വാഹനം ഓടിക്കുന്നവരെ കുറെ നാൾ ഓടിച്ച് പരിചയമായി കഴിയുമ്പോൾ അവർക്കൊരു ആത്മവിശ്വാസം കൂടുകയാണ്. ഈ ആത്മവിശ്വാസം കൂടുമ്പോൾ ഒരു കുഴപ്പം എന്താണെന്നറിയാമോ? അശ്രദ്ധ എന്ന് പറയുന്ന ഒരു സംഗതി കയറി വരും. പിന്നെ ഇവർക്ക് ആരെയും പേടിയില്ല, അല്ലെ? ഇവരാരെയും ശ്രദ്ധിക്കില്ല. കാരണം ഇവർക്കറിയാം, ഇവർക്ക് ആ വണ്ടി ഓടിക്കാൻ അറിയാം. ഏത് തിരക്കിലൂടെയും അവർ ഓടിക്കും, ഏത് പ്രതിസന്ധിയിലൂടെയും അവർ ഓടിച്ചു പോകും, അല്ലെ? അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നാളുകളായിട്ടുള്ള പരിചയം അവർക്കുണ്ട്. ഈ പരിചയത്തിന്റെ പുറത്ത് അവർ വാഹനം ഓടിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം കഴിഞ്ഞ കാലത്തിലെ പരിചയത്തിന്റെ ഫലത്തിൽ ഓടിക്കേണ്ട ഒരു ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അല്ലെ എക്സ്പീരിയൻസിന്റെ ബലത്തിൽ പോകേണ്ടതല്ല. ഇവിടെ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ താണിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രാപിക്കുന്ന കൃപയിലൂടെ പോകേണ്ടതാ കേട്ടോ. ഇന്ന് പകൽ എത്ര പ്രായമുണ്ടെങ്കിലും എത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ വീഴാൻ സാധ്യതയുണ്ട്. ആമേ, താഴ്മയോടെ അവന്റെ സന്നിധിയിൽ കൃപയ്ക്കായി പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാനും നിങ്ങളും വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സ്പീരിയൻസിലും അനുഭവ പരിചയത്തിലും കൊണ്ടുപോകേണ്ടതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത് പരിചയം കൊണ്ട് മാത്രം ഓടിക്കേണ്ടതല്ല. നിശ്ചയമായും പരിചയങ്ങളൊക്കെ നല്ലതാണ്, അറിവ് നല്ലതാണ്, അതൊക്കെ നമുക്ക് നല്ല അനുഗ്രഹം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്നത് കേട്ട ആളുകൾ തെറ്റിദ്ധരിക്കരുത്. പരിചയം വേണ്ട എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. നിങ്ങൾ നാളുകളായി ദൈവത്തെ അറിഞ്ഞെങ്കിൽ അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് ഞാൻ ഈ വചനം പറയുന്ന നിമിഷവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നാളെ ഒരു പ്രതിസന്ധിയിലേക്ക് വരുമ്പോഴും ദൈവകൃപ നിങ്ങളുടെ മേലില്ലെങ്കിൽ നിങ്ങൾ വീഴാൻ തുടങ്ങും. വീഴാനുള്ള സാധ്യതയുണ്ടെന്നറിയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്തോത്രം, അശ്രദ്ധ വന്നാൽ ആരും വീഴും. അതുകൊണ്ട് പരിചയമുണ്ടായിരുന്നു, ഒത്തിരി വർഷമായെന്നൊന്നും കാര്യമില്ല. അശ്രദ്ധമായാൽ ആളുകൾ വീഴും. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിച്ചു കളയാൻ നോക്കുന്ന ഒരു പൈശാചിക വ്യാപാരം വെളിപ്പെട്ട് നിൽക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കൃപയിൽ നിലനിൽക്കുവാൻ ഓരോ ദിവസവും അടുത്തു ചെല്ലുവാൻ നമുക്ക് ഇടയാകണം. ആത്മവിശ്വാസം കൂടിക്കഴിഞ്ഞാൽ, കോൺഫിഡൻസ് അല്ലെ കൂടിക്കഴിഞ്ഞാൽ അശ്രദ്ധയിലേക്ക് നയിക്കും. അശ്രദ്ധ അപകടത്തിലേക്ക് നയിക്കും. പെന്തിക്കോസ്ത് എന്ന് പറയുന്നത് അല്ലെ 100 വർഷങ്ങളുടെ അപ്പുറമായി പഴക്കമായി തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പരിചയമായതുകൊണ്ട് ഈ പരിചയത്തിന്റെ ബലത്തിൽ പലരും ഓടിക്കൊണ്ടിരിക്കുകയാണ്.
പരിചയത്തിന്റെ പുറത്ത് അനേകർ പൊയ്ക്കൊണ്ടിരിക്കുക. എന്താണെന്നറിയോ? ഇതുവരെ തള്ളിപ്പറയാൻ ആളുകൾ പറയും, ഞങ്ങൾ ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് വർഷങ്ങളുടെ പരിചയമുണ്ട്, ഞങ്ങൾക്ക് അനുഭവമുണ്ട്, ഞങ്ങൾ അത്ഭുതങ്ങൾ കണ്ടതാണ്. പത്രോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ കണ്ട അത്ഭുതമൊന്നും ആരും കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, എന്താ ഇതുവരെ തള്ളിപ്പറയാത്തെന്നറിയാമോ? ആമേശ്വത്ര കൃപയൊക്കെ നഷ്ടപ്പെടുത്തി, അല്ലെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും ജീവിച്ചില്ലെങ്കിലും ഇന്നും നിൽക്കുന്ന എന്താന്ന് ചോദിച്ചാൽ പ്രതിസന്ധി വലുതായിട്ട് വരാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയും. പ്രശ്നങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, അപ്പോഴറിയാം ഈ പരിചയം കൊണ്ട് ഈ വണ്ടി ഓടുമോ അതോ ഈ വണ്ടി അപകടത്തിൽ പെടുമോ എന്ന്. അതുകൊണ്ട് ഞാൻ കർശനമായി ദൈവസന്നിധിയിൽ ദൈവദാസൻ ആത്മനിറവിൽ കൃപയിൽ വിളിച്ചു പറയുകയാണ്. നിങ്ങൾക്ക് എത്ര വർഷത്തെ വിശ്വാസ ജീവിതത്തിന്റെ പരിചയമുണ്ടെങ്കിലും ശുശ്രൂഷയുടെ പരിചയമുണ്ടെങ്കിലും ആ പരിചയത്തിന്റെ പുറത്തല്ല വിശ്വാസ ജീവിതം നയിക്കേണ്ടത്. അവന്റെ സന്നിധിയിൽ താണിരുന്ന് കൃപ പ്രാപിച്ച് ആ ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ ആ കൃപയുടെ ബലത്തിലാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്. അല്ലെങ്കിൽ നാം വീഴുമെന്ന കാര്യത്തിന് ഒരു സംശയവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ പത്രോസിന് സംഭവിച്ചത് എന്താണ്? അസ്ഥിരനാണ്. ഒന്നാമതേ അവൻ അസ്ഥിരനാണ്. ആത്മീയതയിൽ സ്ഥിരതയില്ല. പ്രാർത്ഥനാ ജീവിതത്തിൽ സ്ഥിരത പുലർത്താൻ കഴിയുന്നില്ല. ചാടി മാറി മാറി പോകുന്ന അനുഭവം. അതിന്റെ കൂടെ ഈ ആത്മവിശ്വാസം, അല്ലെ, അതായത് പണ്ട് കണ്ടതും കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള അനുഭവങ്ങളുടെ പരിചയം കൂടെ ആയപ്പോഴത്തേക്ക് പത്രോസ് ഇതാ ആത്മവിശ്വാസത്തോടെ പറയുക, ആരൊക്കെ പിന്മാറിയാലും ഞാൻ പിന്മാറില്ല, ഞാൻ നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാലും തള്ളിപ്പറയില്ല. അവസാനം ഈ ആത്മവിശ്വാസം പത്രോസിനെ, സ്തോത്രം, നിശ്ചയമായും ആ കൃപയിൽ നിന്ന് വീഴ്ത്തിക്കളഞ്ഞു. ആ കൃപയിലേക്ക്, ആ നിലനിൽപ്പിന്റെ കൃപ അവനിൽ നഷ്ടമായി. അവന്റെ സ്വയത്തിൽ ആശ്രയിച്ച് നിൽക്കാൻ അവൻ ശ്രമിച്ചു. വീണുപോകുവാനിടയായി എന്ന് നിങ്ങൾ എല്ലാവരും അറിയണം. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് മൂന്നാമത്തെ കാര്യം, പത്രോസിന്റെ വീഴ്ചയുടെ മൂന്നാമത്തെ കാര്യം. രണ്ട് കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, പത്രോസ് വീഴാനുള്ള കാരണം അസ്ഥിരത, സ്ഥിരമില്ലാത്തൊരു ജീവിതം, ആത്മജീവിതത്തിൽ അസ്ഥിരത. രണ്ടാമത്തെ കാര്യം അമിതമായ ആത്മവിശ്വാസം. പറഞ്ഞു, ആരൊക്കെ പോയാലും ഞാൻ പോകില്ല, കാരണം ഞാൻ കർത്താവിനെ കണ്ടതാണ്, അറിഞ്ഞതാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പത്രോസിന്റെ വീഴ്ചയ്ക്കുള്ള, അല്ലെങ്കിൽ അവൻ കർത്താവിനെ തള്ളിപ്പറയുവാനുള്ള കാരണങ്ങൾ. മൂന്നാമത്തെ കാരണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് അവൻ പ്രാർത്ഥിച്ചില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഗതസമനയിൽ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പോയി. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 26-ാം അധ്യായം, മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 40-41 വാക്യങ്ങൾ. അവൻ പിന്നെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോടുകൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വലിയൊരു പരീക്ഷ വരാൻ പോകുന്നു എന്ന് യേശു മനസ്സിലാക്കിയിട്ടാണ് ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. കർത്താവിനറിയാം, നിശ്ചയമായും കർത്താവിനറിയാം വലിയ പ്രതിസന്ധിയാ വരാൻ പോകുന്നത്. പക്ഷേ കർത്താവിന്റെ ഈ നിയോഗം ഏറ്റെടുത്ത് ഇവർ പ്രാർത്ഥിച്ചില്ല, ഇവർ ഉറങ്ങി. ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും, എത്ര ആത്മീയ അനുഭവങ്ങൾ കഴിഞ്ഞ കാലത്തുണ്ടെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും, എത്ര വെളിപ്പാടുകൾ നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തിയാണെങ്കിലും, ചില പ്രതിസന്ധികൾ വരുന്നതിന് മുമ്പ് കർത്താവ് പ്രാർത്ഥിക്കാൻ തരുന്ന നിയോഗമനുസരിച്ച് ആമൻ പ്രാർത്ഥിച്ച് ആ വിഷയത്തെ ജയിക്കാനുള്ള ദൈവ കൃപ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ, നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും നിങ്ങൾ വീഴുമെന്ന കാര്യത്തിന് ഒരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാർത്ഥന വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ നിലനിൽക്കുന്നതിന് പ്രാർത്ഥന അനിവാര്യമാണ്. പ്രാർത്ഥിക്കേണ്ടത് സമയമുള്ളപ്പോൾ പ്രാർത്ഥിക്കാമെന്നുള്ളതല്ല, സൗകര്യമുള്ളപ്പോൾ പ്രാർത്ഥിക്കാമെന്നുള്ളതല്ല. സമയമുണ്ടാക്കി, സൗകര്യമുണ്ടാക്കി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലിൽ ഇരിക്കാത്തവരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ: വീഴാനുള്ള സാധ്യതയുണ്ട്, വീഴാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ
കർത്താവ് തരുന്ന നിയോഗമനുസരിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാൽ മടക്കുന്ന ദൈവ പൈതൽ, സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, ഏത് പ്രതിസന്ധി വന്നാലും ഏത് പ്രശ്നങ്ങൾ വന്നാലും അവര് കുലുങ്ങത്തില്ല, അവരതിനെ ധൈര്യമായി അതിജീവിക്കും. കർത്താവ് പറയുക, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ ജീവിതത്തിലെ പത്രോസിന്റെ പരാജയം, അതിനവനൊരു വലിയ വില കൊടുക്കേണ്ടി വന്നു, വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. പത്രോസ് ഈ പ്രാർത്ഥനാ സമയത്ത് ഉറങ്ങി. 3 പ്രാവശ്യം കർത്താവ് വന്ന് തട്ടി വിളിച്ചു, അപ്പോഴെല്ലാം അവൻ ഉറങ്ങുകയാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ ഗുരുനാഥനെ തള്ളിപ്പറയാനിടയായി. ഇന്ന് പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലത്ത് എന്ത് അത്ഭുതങ്ങൾ നടന്നു എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. കർത്താവ് തരുന്ന നിയോഗമനുസരിച്ച് പ്രാർത്ഥിച്ച് ഓരോ ദിവസവും കൃപ പ്രാപിച്ച് മുന്നേറിയില്ലെങ്കിൽ ഞാനും നിങ്ങളും തള്ളിപ്പറയുവാനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങൾ അറിയണം. അവസാനമായി പത്രോസ് യേശുവിനെ തള്ളിപ്പറയാനുള്ള കാരണം, 4ാമത്തെ കാരണം, ജീവിതത്തിലുണ്ടായ അസാധാരണമായ സാഹചര്യമാണ്. അല്ലെങ്കിൽ അവൻ ഫേസ് ചെയ്ത, കടന്നുപോയ വളരെ അസാധാരണമായ പ്രശ്നസങ്കീർണമായ സാഹചര്യമാണ് അവനെ ആ പ്രതിസന്ധിയിൽ എത്തിച്ചത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നവയുമുണ്ട്, പറ്റാത്തവയുമുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ചിലത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. നാം ആ വാക്യം ഒന്ന് ധ്യാനിച്ചാൽ, മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 58 മുതൽ, എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്നു, അകത്തു കടന്നു, അവസാനം കാണുവാൻ സേവകന്മാരോട് കൂടെ ഇരുന്നു. മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്ത് വരെ പത്രോസ് പോയി. അതൊരു വലിയ ധൈര്യമാണ്, അതൊരു വലിയ ആത്മവിശ്വാസമാണ്. കൂടെയുള്ള ഒരു ശിഷ്യന്മാർക്കും ആ ആത്മവിശ്വാസം തോന്നിയില്ല. പ്രൈസ് ദി ലോർഡ്. പത്രോസ് അതിനകത്ത് കടന്നു. നമ്മൾ വായിക്കുന്നത് അതിനകത്ത് നടന്ന സംഭവങ്ങൾ വളരെ ദാരുണമായ സംഭവങ്ങളാണ്. ഏതൊരു മനുഷ്യന്റെ ഈ ഹൃദയത്തെ പിടിച്ചുലയ്ക്കുന്ന സംഭവമാണ്. കണ്ണുനീരോടെ അല്ലാതെ നമുക്ക് ആ ഭാഗം വായിക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ അരുമനാഥനെ അതിനകത്ത് അവർ ഏറ്റവും കഠിനമായി ദ്രോഹിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ അതിനകത്ത് അവർ വളരെയധികം ഉപദ്രവിക്കുകയായിരുന്നു. ഇതെല്ലാം പത്രോസ് കണ്ടുകൊണ്ടിരിക്കുക. കർത്താവിനെ ഉപദ്രവിക്കുന്നത്, അവിടുത്തെ കളിയാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം കണ്ടുകൊണ്ട് പത്രോസ് ഇരിക്കുകയാണ്. പത്രോസിന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ ആ സിറ്റുവേഷനിൽ എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്തോരം പ്രതീക്ഷയോടെയാണ് ഈ കർത്താവിനെ സേവിച്ചത്. ഈ കർത്താവിന് എന്താണ് സംഭവിക്കുന്നത്? ആളുകൾ കർത്താവിനെ ഉപദ്രവിക്കുന്നു. അവിടുത്തെ വല്ലാത്ത നിലയിൽ ആളുകൾ ഉപദ്രവം ചെയ്യുന്നതെല്ലാം പത്രോസ് കാണി. ഞാനിതിവിടെ വിവരിക്കുന്നില്ല. വളരെ സങ്കടകരമായ, നമ്മുടെ കർത്താവ് അനുഭവിച്ച വേദനാജനകമായ കളിയാക്കലുകളും, അല്ലെ, കർത്താവിന്റെ മുഖത്ത് തുപ്പുകയാണ്, ഒത്തിരി ഉപദ്രവങ്ങൾ ചെയ്യുകയാ, അടിക്കുകയാ, അടിച്ചിട്ട് നിന്നെ അടിച്ചത് ആരാണെന്ന് പ്രവചിക്കുക എന്ന് പറയുക. ഒത്തിരി ഒത്തിരി വേദനാജനകമായ സംഭവം. ഇതെല്ലാം കണ്ടുകൊണ്ട് പത്രോസ് ഇരിക്കുക. പത്രോസേ, നീ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാ. കഴിഞ്ഞ കാലത്ത് നീ വെളിപ്പാട് കണ്ടവനാ. കഴിഞ്ഞ കാലത്ത്, അല്ലേ, ദൈവപുത്രൻ ഏറ്റു പറഞ്ഞവനാ. കഴിഞ്ഞ കാലത്തെ മഹത്വ ദർശനമൊക്കെ കണ്ടതാ. ഇപ്പോൾ നീ കാണുന്നത് എന്താണ്? നിന്റെ ഗുരുനാഥനെ, അല്ലേ, ആളുകൾ ഉപദ്രവിക്കുന്നത്. സ്തോത്രം, സ്തോത്ര. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ നമ്മുടെ കർത്താവ് ഇതെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിരിക്കുക. പത്രോസിന് പിടിവിടുകയായിരുന്നു. പത്രോസിന്, അല്ലേ, ജീവിതത്തിൽ നിരാശ തോന്നുകയാ. അവന്റെ വിശ്വാസം, അല്ലേ, കാറ്റടിച്ചു വിട്ട ബലൂണിനകത്ത് കാറ്റടിച്ചു വിട്ടതുപോലെ പോവുകയാ. അവൻ അസ്ഥിരനാകുകയാ. ആ കാഴ്ച മുഴുവൻ കണ്ടവന്റെ ഹൃദയത്തിനകത്ത് ഭയം കയറുകയാണ്.
നിരാശ കയറുകയാണ്. അവൻ അവിടെ നിന്ന് പുറത്തു കടന്നു വന്നപ്പോഴാണ് തള്ളിപ്പറച്ചൽ എന്ന് പറയുന്ന സംഭവം ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. നാം ഇങ്ങനെ വായിക്കുന്നു, 69 വാക്യം, മത്തായി 26:69. എന്നാൽ പത്രോസ് നടുമുറ്റത്തിരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരത്തി വന്ന്, നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടി ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. അതിന് മറുപടിയായി പത്രോസ് പറയുക, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. 71 വാക്യം. പിന്നെ അവൻ പടിപ്പുരയിലേക്ക് പുറപ്പെടുമ്പോൾ മറ്റൊരുത്തി അവനെ കണ്ടു. അവിടെയുള്ളവരോട്, ഇവനും നസറയനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. 72 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്നവൻ രണ്ടാമതും ആണയോടെ തള്ളിപ്പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. 73 വാക്യം. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്നു പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിന്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അവൻ കണ്ട സാഹചര്യങ്ങൾ, അവൻ നിന്ന സിറ്റുവേഷൻ, അവിടെ നിന്നുണ്ടായ ചോദ്യങ്ങൾ, യേശുവിനുണ്ടാകുന്ന ദയനീയമായ ഏറ്റവും ദയനീയമായ അപമാനത്തിന്റെ കാഴ്ചകൾ, ഇതെല്ലാം പത്രോസിലെ വിശ്വാസത്തെ ചൊർത്തിക്കളഞ്ഞു. അവന്റെ അസ്ഥിരത വെളിപ്പെട്ടു. അവൻ പറഞ്ഞു, നിന്നോടുകൂടെ മരിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞവൻ മരണത്തെ ഭയന്നു, മനുഷ്യനെ ഭയന്നു, സ്ത്രീകളെ ഭയന്നു, പുരുഷന്മാരെ ഭയന്നു, ചേകവന്മാരെ ഭയന്നു, യഹൂദന്മാരെ ഭയന്നു, എല്ലാവരെയും അവൻ ഭയന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ഗുരുനാഥനെ തള്ളിപ്പറഞ്ഞു, ആണയിട്ടു, പ്രാഗി. എന്താണ് പത്രോസിന് സംഭവിച്ചത്? അവന്റെ അസ്ഥിരത, അവന്റെ അമിതമായ ആത്മവിശ്വാസം, അവൻ പ്രാർത്ഥിക്കാതിരുന്നത്. ഇത്രയേറെ വീക്കായിട്ടും ഇത്രയേറെ പ്രശ്നത്തിലായിട്ടും അത്രയും വലിയൊരു സാഹചര്യത്തിൽ അവൻ എത്തപ്പെട്ടു. കഠിനമായൊരു പരിശോധനയുടെ സാഹചര്യത്തിൽ അവൻ എത്തപ്പെട്ടു. അവൻ കർത്താവിനെ തള്ളിപ്പറയാനിടയായി. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇന്ന് പലരും യേശുവിനെ തള്ളിപ്പറയാതെ നിൽക്കുന്നത്? പലരും അസ്ഥിരതയിലാണ്. ആത്മീയ കാര്യത്തിൽ സ്ഥിരതയില്ല. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പഴയകാല കാര്യങ്ങളുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞ് അമിത ആത്മവിശ്വാസത്തിൽ ഇങ്ങനെ ജീവിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ യേശുവിനെ തള്ളിപ്പറയാതെ നിൽക്കുന്നത്? അതിനൊറ്റ ഉത്തരം, കഠിനമായ സാഹചര്യങ്ങളിലൂടെ ഞാനും നിങ്ങളും പോകുന്നില്ല. ദൈവം അതിന് അനുവദിച്ചില്ല. എന്നാൽ ഇന്ന് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നാളെ ഒരുപക്ഷെ കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ പോകേണ്ടി വന്നാൽ നിങ്ങൾ യേശുവിനെ തള്ളിപ്പറയില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അതുകൊണ്ട് ഈ വചനങ്ങൾ കേട്ട പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു, പത്രോസിന് പറ്റിയതുപോലെ നമുക്ക് പറ്റരുത്. നമുക്ക് അസ്ഥിരമായ നമ്മുടെ ആത്മീയ അനുഭവങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം. കർത്താവിനെ സ്ഥിരതയോടെ സേവിക്കാം. നമ്മുടെ ആത്മീയതയ്ക്ക് ഒരു സ്ഥിരത ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നാം ജഡത്തിൽ ആശ്രയിച്ച് അമിതമായ ആത്മവിശ്വാസത്തിൽ ജീവിക്കരുത്. ദൈവകൃപയിൽ ആശ്രയിച്ച് നാം ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ നാം മുന്നേറേണ്ടത് ആവശ്യം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കേണ്ടതുപോലെ വിശ്വാസത്തോടെ നിലവിളിയോടെ പ്രാർത്ഥിച്ച് കൃപ പ്രാപിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. സാഹചര്യങ്ങൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ, സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ, കഷ്ടകരമായ അനുഭവങ്ങളെ അതിജീവിക്കാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ഒരു സംഭവത്തിൻ്റെ സന്തോഷകരമായ ഒരു അവസാനം കൂടെ ഞാൻ പറയാം. ഇങ്ങനെ തള്ളിപ്പറഞ്ഞ പത്രോസ് മടങ്ങി വരുവാനിടയായി. നമ്മൾ വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഈ തള്ളിപ്പറച്ചിലെല്ലാം കഴിഞ്ഞപ്പോൾ കോഴി കൂകിയപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു. യേശു പറഞ്ഞത് ഓർമ്മ വന്നു. വചനം വായിക്കുന്നവൻ പുറത്തിറങ്ങി ആദ്യ ദുഃഖത്തോടെ കരഞ്ഞു. തുടർന്ന് യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മീൻ പിടിക്കാൻ പോയ പത്രോസിനെ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് പോലെ അവിടെ ചെന്ന് യേശു അവനെ മടക്കി വരുത്തുകയാണ്. യോഹന്നാന്റെ മകനായ ശിമോനെ,
നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നോ എന്ന ചോദ്യം 3 പ്രാവശ്യം ആവർത്തിച്ച് ചോദിച്ച് അവനെ മടക്കി വരുത്തുകയാ. പത്രോസ് മടങ്ങി വന്നു, ധൈര്യമായിട്ട് മടങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. പെന്തിക്കോസ്ത് നാളിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഈ ആത്മശക്തി പത്രോസിന്റെ അകത്ത് വ്യാപരിച്ചപ്പോൾ പത്രോസ് സ്ഥിരതയുള്ളവനായി മാറി. സ്തോത്രം. യേശുവിനെ തള്ളിപ്പറഞ്ഞ അതേ പത്രോസ് ഈ കർത്താവിനെ അവിടുത്തെ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുമ്പിൽ ഉയർത്തുവാനിടയായി. കർത്താവിന് വേണ്ടി ധീരമായി നിന്നു. ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ ദൈവസഭയോട് ചേർത്തു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷകൾ ചെയ്തു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും കർത്താവിന് വേണ്ടി വളരെ പ്രയോജനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട 2 ഈടുറ്റ ലേഖനങ്ങൾ ദൈവമക്കളുടെ സ്ഥിരതയ്ക്കും നിലനിൽപ്പിനുമായി പത്രോസ് എഴുതി നൽകി. ഈ ലേഖനങ്ങളിൽ പത്രോസ് തനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ വന്നുപോയ പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരരുത് എന്ന് മുൻകണ്ട് നമുക്ക് നൽകിയ ചില ഉപദേശങ്ങളുടെ വാക്കുകളോട് വായിച്ച് ഞാൻ ഈ ഭാഗത്തോടെ അവസാനിപ്പിക്കും. പത്രോസ് എഴുതിയ ലേഖനം 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് ഇങ്ങനെയാണ് വായിക്കുന്നത്. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോടെ വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോടെ ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമാകില്ല. അവിടെ ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, ഒറ്റ കാര്യം മാത്രം പറയാം. അവിടെ പറയുന്നുണ്ട് ഇന്ദ്രിയജയം, അതിനോട് ചേർത്ത സ്ഥിരത. പത്രോസിന് സ്വയമാനുഭവത്തിൽ എന്ന് പറയാം. പത്രോസിന് ഈ സ്ഥിരതയില്ലായിരുന്നു. പത്രോസ് പറയുക, നിങ്ങൾക്ക് സ്ഥിരതയുണ്ടാകണം, ഇന്ദ്രിയജയം ഉണ്ടാകണം, ഭക്തി ഉണ്ടാകണം, സ്ഥിരതയോടെ നിങ്ങൾ കർത്താവിനെ സേവിക്കണം. പത്രോസ് 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം പത്രോസ് തന്റെ സ്ഥിരത നഷ്ടപ്പെട്ടതിനെ കുറിച്ച് മനസ്സിൽ വെച്ചുകൊണ്ടുകൂടെ ആയിരിക്കാം ഇങ്ങനെ പറയുന്നു: ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുകയാണ് നിങ്ങളുടെ മനസ്സുറപ്പിക്കണം. മനസ്സ് ഉറപ്പില്ലാത്തത് കൊണ്ടാണ്, ഉറച്ചൊരു മനസ്സില്ലാത്തത് കൊണ്ടാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറയാനിടയായത്. നമ്മളോട് പറയുകയാണ്, ലേഖനം വായിക്കുന്ന ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഉറച്ച മനസ്സുള്ളവരായി മാറണം, നിർമ്മതരായിരിക്കണം. 1 പത്രോസ് ലേഖനം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, നിർമ്മതരായിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അവിടെ പറയുകയാണ് നിർമ്മതരായിരിക്കുക, ഉണർന്നിരിക്കുക. 1 പത്രോസ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വീണ്ടും പത്രോസ് പറയുന്നു, എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പിൻ. കണ്ടോ, ഗതസമനയിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉറങ്ങിയ പത്രോസ്, അതിന് വലിയ വില കൊടുത്ത പത്രോസ് പറയുക, നിങ്ങൾ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അമിതമായ ആത്മവിശ്വാസത്തിൽ ജീവിച്ച് സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച് ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്നൊക്കെ വലിയ വീരവാദം പറഞ്ഞ് പരാജയപ്പെട്ട പത്രോസ് ഇതാ തന്റെ ലേഖനത്തിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മെ പ്രബോധിപ്പിക്കുന്നത് 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, സ്തോത്രം, ഔവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുകയും എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുകയും ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. പ്രിയപ്പെട്ടവരെ, താഴ്മയോടെ പ്രാർത്ഥിക്കുന്നവർക്ക് അവൻ കൃപ തരുമെന്നും നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നുവെന്നും കർത്താവ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ഉയർത്തുവാൻ ലജ്ജിച്ച, യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ലജ്ജിച്ച 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് എഴുതിയിരിക്കുകയാണ്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്, ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ വാക്കുകൾ നമുക്ക് ഏറ്റെടുക്കാം. അനുഭവത്തിൽ നിന്നാണ് പത്രോസ് ഇതൊക്കെ എഴുതിയത്. നമുക്കത് ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കർത്താവിനെ തള്ളിക്കളയുവാൻ നമുക്കിടവരരുത്. സ്ഥിരതയോടെ നമുക്ക് കർത്താവിനെ സേവിക്കണം. നമ്മുടെ ആരാധനയിലും, നമ്മുടെ ആത്മീയ അനുഭവങ്ങളിലും, നമ്മുടെ പ്രാർത്ഥനയിലും, വചനധ്യാനത്തിലും, നമ്മുടെ ആത്മീയ വിഷയങ്ങളിലും നമുക്ക് സ്ഥിരത ഉണ്ടാകട്ടെ. അസ്ഥിരപ്പെടുത്തുന്ന അനുഭവങ്ങളെ നമുക്ക് മാറ്റിക്കളയാം. വിശുദ്ധിയുടെ മണ്ഡലത്തിൽ സ്ഥിരതയുണ്ടാകട്ടെ. അശുദ്ധിയുടെ മണ്ഡലങ്ങളെല്ലാം പോകട്ടെ. ജഡത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന അനുഭവങ്ങളെല്ലാം മാറ്റി
ഈ ദിവസങ്ങളിൽ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ നമുക്ക് ദൈവം കൃപ തരട്ടെ. താഴ്മയോടെ ജീവിച്ച് ദൈവകൃപ പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിരന്തരമായ പ്രാർത്ഥനയാണ് നമ്മെ നിലനിർത്തുന്നത്. പ്രതിസന്ധിയിൽ അകപ്പെടുന്നതിന് മുമ്പ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ നമുക്ക് നൽകുവാൻ ദൈവത്തോട് അപേക്ഷിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കഠിനമേറിയ ജീവിത സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മെ വീഴ്ത്തുന്നത്. അത്തരം ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ വീണു പോകാതെ നിൽപ്പാൻ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒന്നടച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് എന്നോട് ഉയർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിച്ചു വഴി നടത്തുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പത്രോസിന്റെ ജീവിതത്തിൽ കർത്താവേ, പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു, അവിടുത്തെ നാമത്തെ ഉപേക്ഷിച്ചു, അവിടുത്തെ നാമത്തെ ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിൽ നിഷേധിച്ചു. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ആത്മീയ പാഠമായി മാറി. കർത്താവേ, ആത്മീയ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട, ഒത്തിരി ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായ, ഒത്തിരി ആത്മീയ ദർശനങ്ങൾ, വെളിപ്പാടുകൾ പ്രാപിച്ച പത്രോസ്, കർത്താവേ, അവൻ നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടല്ലോ. ആ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയട്ടെ കർത്താവേ. ഞങ്ങളുടെ അസ്ഥിരതയാണ് ഞങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതെന്നും വിശ്വാസത്തെ തള്ളിക്കളയുവാൻ പ്രേരിപ്പിക്കുന്ന ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഞങ്ങളുടെ അമിതമായ ആത്മവിശ്വാസം ജഡത്തിൽ ആശ്രയിച്ച് കൃപ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നതാണല്ലോ ഞങ്ങൾ വീഴുന്നതിന് കാരണമെന്ന് സംസാരിച്ചല്ലോ കർത്താവേ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ പരാജയങ്ങളാണ് ഞങ്ങളെ വീഴ്ത്തുന്നതെന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ കർത്താവേ. കർത്താവെ, ജീവിതത്തിലെ കഠിനമേറിയ ചില സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത് കൊണ്ടാണല്ലോ ഞങ്ങൾ പലപ്പോഴും തകരുന്നതെന്ന് സംസാരിച്ചല്ലോ. സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും ഒഴിവാക്കാൻ പറ്റില്ല. നാളെ ഞങ്ങൾ ഏതെല്ലാം പ്രതിസന്ധിയിലൂടെ പോകേണ്ടി വരുമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. പക്ഷേ കർത്താവെ, അതിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് സ്തോത്ര ഗതസമനയിൽ കർത്താവ് പ്രാർത്ഥിക്കാൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ, ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ച് ജീവിതത്തിൽ ഏത് കഠിനമായ സാഹചര്യങ്ങളിലും വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഇന്ന് ഈ വചനം കേട്ട സകലരെയും അനുഗ്രഹിക്കണമേ. ഈ ദൂത് കേട്ട ഒറ്റ വ്യക്തി പോലും വിശ്വാസം വിട്ട് പിന്മാറിപ്പോകാതെ എല്ലാവരും കർത്താവിന്റെ കൃപയിൽ നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ശത്രുവിന്റെ പദ്ധതികളെ ദൈവം പൊളിക്കണമേ. അവന്റെ പദ്ധതികളെ ദൈവം തകർച്ചു കളയണമേ. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു, വന്ദനം പറയുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.